തിരുവനന്തപുരം കാട്ടാക്കടയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് പരുക്ക്, കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്താണ് ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? വേണു, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ ഭാഗത്തേക്ക് പോകുന്ന നക്രാഞ്ചിറ എന്ന സ്ഥലത്ത് ഒരു വാഹനാപകടമുണ്ടായത്. ഇരു വാഹനങ്ങളും, അതായത് ടിപ്പറും ബൈക്കും പൂവച്ചൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഏതാണ്ട് 20 മീറ്റർ ഈ ബൈക്കിനെയും വലിച്ചിടിച്ച് ടിപ്പർ മുന്നോട്ട് പോയി. തോട്ടുമുക്ക് സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തിൻ്റെ കാലിലൂടെ ടിപ്പർ കയറി ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് മണ്ണെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് മണ്ണെടുക്കാനായി പോയ ടിപ്പറാണ് അപകടമുണ്ടാക്കിയത്. ഈ തലസ്ഥാനത്ത് തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായ 3ാമത്തെ ടിപ്പർ അപകടമാണ്. ഒരാഴ്ച മുൻപെയാണ് വിഴിഞ്ഞത്ത് 26-കാരനായ BDS വിദ്യാർത്ഥി അനന്തുവിന് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് ജീവൻ നഷ്ടമായത്. തൊട്ട് പിറ്റേന്ന് തിരുവനന്തപുരം പനവിള ജംഗ്ഷനിൽ ഒരു സ്കൂൾ അധ്യാപകനും ടിപ്പർ അപകടത്തിൽ ജീവൻ നഷ്ടമായിരുന്നു. അതിന് പിന്നാലെയാണ് കാട്ടാക്കടയിൽ ഈ അപകടമുണ്ടായത്. നിലവിൽ കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി ഈ ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് കേസെടുക്കും. എന്തായാലും ഈ പരിക്കേറ്റ തോട്ടുമുക്ക് സ്വദേശി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അജീഷ്, ഈ കഴിഞ്ഞ ദിവസം ഈ അനന്തുവിൻ്റെ മരണമുണ്ടായതിന് പിന്നാലെ സർവകക്ഷി യോഗം ചേരുകയും ഈ ടിപ്പറുകളുടെ മത്സരവോട്ടം അല്ലെങ്കിൽ അതിൻ്റെ നിയമലംഘനം, ഇതിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ധാരണയൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണല്ലോ. പിന്നീടും ഈ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും 2 ദിവസം മുൻപെയാണ് വിഴിഞ്ഞത്ത് കോവളത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം ചേർന്നത്. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും നാട്ടുകാരും അതേപോലെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും ഉന്നയിച്ചത് ഈ ടിപ്പർ ലോറികളുടെ സമയക്രമത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ രാവിലെയും വൈകിട്ടും ഈ സ്കൂൾ സമയങ്ങളിൽ ടിപ്പറെ റോഡിലൂടെ പോകാൻ അനുവദിക്കരുത്. മാത്രമല്ല അമിത ഭാരം കടത്തി വരുന്ന വാഹനങ്ങൾക്ക് പിഴയിടണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഇത് പരിഗണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനായി തീരുമാനിച്ചിരുന്നു. അതായത് ഈ എവിടുന്നാണോ മണ്ണെടുക്കുന്ന സ്ഥലം, ആ മണ്ണെടുക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് ഈ വിഴിഞ്ഞത്തേക്കടക്കം അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ ഈ ടിപ്പർ ലോറികൾക്ക് പോകാൻ ഒരു പൊതു മാർഗനിർദ്ദേശം ഇറക്കാനായിട്ട് ആലോചിച്ചിരുന്നു. അതിൽ മാർഗനിർദ്ദേശം ഇതുവരെയ്ക്കും പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം, ഒരു SOP സർക്കാരിന് സമർപ്പിക്കുമെന്നായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ തിരുവനന്തപുരം നഗരപ്രദേശത്തായിരുന്നു കഴിഞ്ഞ 2 അപകടങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന് വിഴിഞ്ഞത്തും മറ്റൊന്ന് പനവിളയിലുമായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തലസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ വ്യാപകമായി പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പരിശോധന ഉണ്ടായിരുന്നു. ഈ അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾക്ക് പിഴയിടുകയും അതേപോലെ തന്നെ സമയക്രമം തെറ്റിച്ചോടുന്ന വാഹനങ്ങൾക്ക് പിഴയിടുന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തലസ്ഥാന നഗരത്തിൻ്റെ നഗരഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേശീയപാത കടന്നു പോകുന്ന ഭാഗങ്ങളിലൊക്കെ. പക്ഷേ ഇത് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം റൂറൽ പ്രദേശത്താണ്. കാട്ടാക്കട എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശമാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ അപകടം നടന്നിരിക്കുന്നത്. നമ്മൾ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ 2 ദിവസമായി ഈ ഭാഗത്ത്, ഈ ഓണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരുന്നത്. ഈ ഭാഗത്ത് ഈ ടിപ്പർ കഴിഞ്ഞ 2 ദിവസമായിട്ട് അമിത വേഗതയിൽ മണ്ണുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടാക്കട ടൗൺ മേഖലയിലേക്കും പോയിക്കൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഈ വിവരം ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ നടന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ മോട്ടോർ വാഹന വകുപ്പിനടക്കം ഈ ടിപ്പർ വാഹനങ്ങളുടെ യാത്ര സംബന്ധിച്ച് കർശന ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുൻപും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് വാർത്തയാകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും കാര്യക്ഷമമായി ഇടപെടും. പിന്നീട് അത് തണുക്കുമ്പോഴേക്കും വീണ്ടും പോലീസും പരിശോധനയും ഒക്കെ വീണ്ടും അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ ഇത്തരത്തിൽ ടിപ്പർ വാഹനം മൂലമുണ്ടാകുന്ന അപകടം, അത് ഒരാഴ്ചക്കിടയിൽ 3 അപകടം, അതിൽ 2 പേരുടെ ജീവൻ നഷ്ടമാകുന്നു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കർശന നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് നാട്ടുകാരുടെയും, അതായത് തലസ്ഥാന ജില്ലയിൽ ഈ വാഹനവുമായി, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനവുമായി പുറത്തു പോകുന്ന ആളുകൾക്ക് പറയാനുള്ളത്. ഈ 3 അപകടങ്ങളിൽ പരിക്കേറ്റവരും ഇരുചക്ര വാഹനങ്ങളിൽ ഉള്ളവരെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ശരി, തിരുവനന്തപുരത്ത് വീണ്ടും ടിപ്പർ അപകടം. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള.